കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അനുയായികൾ മറൈൻ ഡ്രൈവിൽ സംഗമിക്കാൻ ആഹ്വാനം ചെയ്തെങ്കിലും ആരും എത്തിച്ചേർന്നില്ലെന്നും അവിടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചുവെന്നും ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കണ്ടില്ലെന്നും എങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ രഹസ്യമായി അന്വേഷണം തുടരുകയാണെന്നും ഒക്കെ വാർത്ത കാണാനിടയായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ആവശ്യമില്ല എന്നതാണൊരു സത്യം. കേരളത്തിൽ പല്ലിയായും പാറ്റയായും പിന്നെ തേളായും മാനായും മാരീചനായും വന്നതെല്ലാം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പാറ്റയുടെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പാറ്റ ഉണ്ടാകാതിരുന്നത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ ഒരു പൊതുബോധവും ഈ ജാതിയും മതവുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ആ സന്ദർഭത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുയരാൻ കഴിവും പ്രാപ്തിയുമുള്ളൊരു സമൂഹമാണ് കേരള സമൂഹം. അതുകൊണ്ടാണ് പലതും വിൽക്കാത്തതും പലതും നേടാത്തതും പല തന്ത്രങ്ങളിലും പെടാത്തതും കുടുങ്ങാത്തതുമെല്ലാം. അത്തരം തന്ത്രങ്ങളുടെ തിരമാലകൾക്ക് മേലെ പറന്നുയരാൻ, അതിനു മേലെ നീന്തിക്കയറാൻ കരുത്തും കഴിവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബലിഷ്ഠമായ രണ്ട് മുന്നണികൾ ഇരുവശത്തും നിൽപ്പുണ്ട്. ഒന്ന് ഐക്യജനാധിപത്യ മുന്നണി, മറ്റൊന്ന് ഇടതുമുന്നണി. കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം, അതിൻ്റെ ഒരു പരിച്ഛേദമെടുത്ത് നോക്കിയാൽ അതിലെ എല്ലാ അംശങ്ങളും രണ്ട് സ്ഥലത്തും കാണാൻ പറ്റും. പിന്നെ ഇപ്പം മൂന്നാമതൊരു മുന്നണി കൂടി വന്ന് അവരും ഈ രണ്ടിലും പെടാത്ത കുറേ പേരെ ചേർത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്ന പാറ്റായും പല്ലിയും എല്ലാം അവസാനം എന്ത് നശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന് പറയുന്നോ അതിനകത്ത് കൂടുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളതല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ സാബു ജേക്കബിൻ്റെ ചക്ക പാർട്ടി. സാബു ജേക്കബിൻ്റെ ചക്ക പാർട്ടി രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് അരിയും പഞ്ചാരിയും മണ്ണെണ്ണയും സൗജന്യമായി കൊടുത്ത് പഞ്ചായത്ത് പിടിച്ച്, പിന്നെ അതിൻ്റെ അപ്പുറം പിടിച്ച്, പിന്നെ പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി എന്ന് പറയുന്ന പോലെ പിടിച്ച് കയറി വന്നതാണ്. അവസാനം പിടിച്ച് കയറി വന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ദേ കിടക്കുന്നു താഴെ എന്ന് പറയുന്നൊരു സ്ഥിതിയുണ്ട്. ദേ ആ ശബ്ദം മാത്രമേ കേരളം കേട്ടുള്ളൂ. ഈ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേഴ്സണലായി ഒരു സംഗതി കൂടി ഓർമ്മ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ. പണ്ട് ഉമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ചക്ക ഇടാൻ വേണ്ടി ഞാൻ വീടിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു പ്ലാവിൽ കയറി. ഉമ്മ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചക്ക ഇടാനാണ് ഉമ്മ ഇട്ടോടാന്ന് പറഞ്ഞ് ഞാൻ കയറി ഇട്ടപ്പോൾ 2 എണ്ണം വീണ്. 2 ശബ്ദം കേട്ടോണ്ട് ഉമ്മ ഓടി വന്നു. അയ്യോ 2 എണ്ണം ഇട്ടോടാ, ഒന്ന് പിഞ്ചായിരുന്നു. ഞാൻ പറഞ്ഞു 2 അല്ലുമ്മ, ഒന്ന് ചക്കയെ ഒന്ന് ഞാനും ആ വീണേന്ന്. സത്യത്തിൽ ചക്ക അടത്താൻ നോക്കിയപ്പം ചക്കയ്ക്ക് മുമ്പേ ഞാൻ വീണു, ചക്ക രണ്ടാമത് വീണു. അത് ദൂരെയാണ് വീണു. ഉമ്മയെ ഓർത്തു പോയി ഞാനൊരു നിമിഷം. ഞാൻ പറഞ്ഞത് അങ്ങനെ വീണതാണ് ചക്ക പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ പലതും അങ്ങനെയാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ രക്ഷിക്കാമെന്ന ചില പാർട്ടികളുണ്ട്. ഞങ്ങളുണ്ടെങ്കിലേ മുസ്ലിങ്ങളെല്ലാവരും രക്ഷപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ മുസ്ലിങ്ങളെ എല്ലാവരുടെയും തല എൻ്റെ മേളിൽ കാണത്തില്ലെന്നും പറഞ്ഞു. പിന്നെ അവസാനം ആ വന്നവരെ രക്ഷിക്കാൻ മുസ്ലിം സമുദായം ഇറങ്ങേണ്ടി വന്നു. പിന്നെ കുറേ പേര് രക്ഷപ്പെടുത്താമെന്ന് ബാക്കി ഞങ്ങൾ ഒന്നിനും കീഴടങ്ങാത്തവരാന്ന് വന്നിട്ട് അവസാനം കീഴടങ്ങി ചുരുണ്ടുകൂടി എന്തിനും തയ്യാറാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നതും കണ്ടു. അങ്ങനെ SNDPയെയും NSSനെയും ഒക്കെ രക്ഷപ്പെടുത്താൻ പലരും വന്നു. വന്നതെല്ലാം വന്നതിൻ്റെ വഴിക്ക് പോയി. അതുകൊണ്ട് ഇവിടെ പാറ്റാടെയും പല്ലിയുടെയും ഒന്നും യാതൊരു ആവശ്യമില്ല. അത് വേണ്ട സ്ഥലങ്ങളുണ്ട്. അവരുടെ ശബ്ദം കേൾക്കാത്ത, അവർക്ക് മുഖമില്ലാത്ത, അവർക്ക് പ്രതികരിക്കാനിടമില്ലാത്ത, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാത്രം വികാരം കൊള്ളിച്ച് നിർത്തുന്ന ഇടങ്ങളിൽ പല്ലിയോ പാറ്റയൊക്കെ എഴയട്ടെ. അത് ചിലപ്പോൾ അനിവാര്യമായ ഒരു തിരിച്ചറിവിൻ്റെ ഒരു എഴുന്നേറ്റ് നിൽക്കലാവാം. പക്ഷേ ഇവിടെ വരുന്നതെല്ലാം നമ്മുടെ ചക്ക പാർട്ടിയെപ്പോലെ അവസാനം ചിരിപ്പിച്ച് മടങ്ങാറാണ് പതിവ്.